അഭിജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ച് കാണാം എന്നതാണ്. ദൗത്യ സംഘത്തിന്റെ അവർ ആ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഏറെക്കുറെ കാണാമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ ഇപ്പോൾ ഈ കറക്റ്റ് പോയിന്റിലാണ്, അതായത് നമ്മൾ നിർണായക ഘട്ടത്തിലാണെന്ന് പറയാൻ കാരണം ഈ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള സിഗ്നൽ, നമുക്ക് ലഭിച്ചിട്ടുള്ള സിഗ്നലിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ഈ ദൗത്യ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അവർ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. രാവിലെ ഈ പൂർണ്ണമായും ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം, അതായത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ ലോറി മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഏകദേശം അവർ 99% മണ്ണും നീക്കം ചെയ്തു കഴിഞ്ഞു. ആ ലോറി ആ മണ്ണിനടിയിലില്ല എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങളും വിവരങ്ങളും വന്നിരുന്നു. ജില്ലാ ഭരണകൂടം തന്നെ ആ തരത്തിൽ പറഞ്ഞിരുന്നു. റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ പ്രതീക്ഷ കൂടുതൽ ഉയർത്തുന്ന ഒരു സിഗ്നൽ, ഒരു വിവരമാണ് നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ചത്. ഈ മെറ്റൽ ഡിറ്റക്ടറിന്റെ പരിശോധനയിൽ നിലവിലിപ്പോൾ അവിടെ ഈ നേരത്തെ സിഗ്നൽ ലഭിച്ചിരുന്നു മാറി, അതായത് കുറച്ചു മാറി മണ്ണും കല്ലും കൂടി നിൽക്കുന്ന, അതായത് കുന്നുകൂടി നിൽക്കുന്ന ആ ഇടത്ത് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ്. ആ സിഗ്നലിന് ഒരു ലോറിയുടെ പ്രൊഫൈൽ എന്ന തരത്തിലുള്ള ഒരു സൂചനയുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ അത് മോണിറ്റർ ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദഗ്ധർ അവിടെ ഈ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ അവിടെയുണ്ട്. ബംഗളൂരുവിൽ നിന്ന് വന്ന 3 അംഗ സംഘം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ സംഘം നേരിട്ട് ഈ ദൗത്യത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൈന്യം ഈ ദൗത്യത്തിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിർണായക ഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലവിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള, അതായത് സിഗ്നൽ ലഭിച്ചിട്ടുള്ള അതേ സ്ഥലത്ത്, അതായത് ഈ വലിയ കല്ലുകളുണ്ട് അവിടെ. ശരി, ഏറ്റവും നിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന മണിക്കൂറുകളിലാണ് അർജുന് വേണ്ടിയുള്ള രക്ഷാദൗത്യം ഇപ്പോൾ നടക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശം, അത് മണ്ണിനടിയിൽ നിന്ന് 8 മീറ്റർ താഴെയാണ്. ലോറിയുടേത് എന്ന് സംശയിക്കാം എന്ന് കരുതുന്ന ആ സിഗ്നൽ പ്രകാരം അവിടെ എന്താണുള്ളത് എന്നുള്ളത് അറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. മേഖല മാർക്ക് ചെയ്തുകൊണ്ട് ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്.